അമ്മേ ശരണം. ഭഗവതിയും നാട്ടുകൂട്ടവും ഒന്നിക്കുന്ന പാരസ്പര്യത്തിന്റെ ഒരു മഹനീയ മാതൃകയാണ് ഇപ്പോൾ ഇവിടെ ഈ പുരുഷാരത്തിൽ നമുക്ക് ദർശിക്കുവാൻ കഴിയുന്നത്. ഭയാശങ്കയോ വിദ്വേഷമോ ഇല്ലാതെ മമതയും വാത്സല്യവും മാത്രം കൈമുതലാക്കി അമ്മയുടെ മക്കൾ അമ്മയുടെ തിരുമുൻപിലേക്ക് കുത്തിയോട്ട പാട്ടുകളും പാടി എത്തുകയാണ്. പരമഭക്തന്മാർക്കഭയമേകുവാൻ പരിചോടെ ചെട്ടിക്കൊള്ളമതിൽ മാരുവും ദേവിതിൻ പാദമാലാങ്കുരം നാമിക്കുന്നേൻ ജഗദീശ്വരി എന്ന മാതൃകയിലുള്ള എന്ന മട്ടിലുള്ള വിവിധ തരത്തിൽ 4 പാദങ്ങളിലുള്ള കുത്തിയോട്ട പാട്ടുകൾ പാടി കുത്തിയോട്ട കുമ്മികൾ പാടി അമ്മയുടെ മക്കൾ ആഘോഷത്തിൽ ആറാടുകയാണിവിടെ. ഇവിടെ നമുക്ക് അങ്ങ് കാഴ്ച കണ്ടത്തിൽ കെട്ടുകാഴ്ചകൾ നിരന്നിരിക്കുന്നതിന്റെ വിദൂര ദൃശ്യങ്ങൾ ഇപ്പോൾ നമുക്ക് കാണുവാൻ കഴിയും. അവിടെ വൈദ്യുത ദീപാലങ്കാര പ്രഭയിൽ കുളിച്ച് നിൽക്കുകയാണ് ചെട്ടികുളങ്ങരയുടെ തിരുസന്നിധി. ഇവിടെ എനിക്ക് മുന്നേ വിശദീകരിച്ച ശ്രീ വിജയനാഥ് പറഞ്ഞു കഴിഞ്ഞു. കെട്ടുകാഴ്ചകൾ ഈ പ്രദേശത്തെ രാജവീഥികളിലൂടെയും ഗ്രാമവീഥികളിലൂടെയും കടന്നു വരുമ്പോൾ ഈ പ്രദേശത്തെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചുകൊണ്ട് ഈ ക്ഷേത്രത്തിന്റെ സന്നിധി ഒഴികെയുള്ള പ്രദേശങ്ങൾ ഇരുട്ടിലാകാറുണ്ട്. ഇത്തരുണത്തിൽ പ്രത്യേകമായി പരാമർശിക്കേണ്ടുന്ന ഒരു കാര്യം, കേരളത്തിലെ വിവിധ ക്ഷേത്രങ്ങളിൽ കെട്ടുകാഴ്ചകളുണ്ടെങ്കിലും ആ കെട്ടുകാഴ്ചകൾ ക്ഷേത്രാങ്കണത്തിലേക്ക് കടന്നു വരുമ്പോൾ വൈദ്യുത ലൈനുകൾ വൈദ്യുതി കമ്പികൾ അഴിച്ചുമാറ്റി കൊടുക്കുന്നതിന് സംസ്ഥാന വൈദ്യുതി ബോർഡിന് പണം കെട്ടിവെച്ചു എങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ. എന്നാൽ കേരളത്തിൽ ആദ്യമായി പള്ളിവാസലിൽ നിന്നും തിരുവിതാംകൂർ കൊട്ടാരത്തിലേക്ക് വൈദ്യുതി കൊണ്ടുപോകുന്നതിന്റെ ഭാഗമായി വൈദ്യുതി സ്റ്റേഷൻ സ്ഥാപിച്ച സ്ഥലമാണ് മാവേലിക്കര. രാജഭരണകാലം മുതൽക്ക് തന്നെ ചെട്ടികുളങ്ങരയിലെ കെട്ടുകാഴ്ചകൾ കടന്നുവരുന്ന വഴിയിലുള്ള വൈദ്യുതി കമ്പികൾ വൈദ്യുതി ബോർഡിന്റെ സ്വന്തം ചിലവിലാണ് അഴിച്ചു കൊടുക്കുന്നതും പിന്നീട് പുനഃസ്ഥാപിക്കുന്നതും. അത് രാജഭരണകാലത്ത് തുടങ്ങിയ ആ സംവിധാനം ഇന്നത്തെ ജനകീയ ജനാധിപത്യ സർക്കാരിന്റെ കാലത്തും തുടരുകയാണ്. ചെട്ടികുളങ്ങരയിലെ ഭരണിയോളം തന്നെ കെട്ടുകാഴ്ചയോളം തന്നെ കുത്തിയോട്ടത്തോളം ഒപ്പം തന്നെ പ്രസിദ്ധിയുള്ളതാണ് ചെട്ടികുളങ്ങരയിലെ ഭരണി ചന്തയുടെയും പെരുമയും പ്രശസ്തിയും. മണ്ണും മനുഷ്യനും കൃഷിയും കർഷകനും സംഗമിക്കുന്ന ഓണാട്ടുകരയുടെ കാർഷിക ഉത്സവം കൂടിയാണ് ചെട്ടികുളങ്ങരയുടെ കുംഭഭരണി. നൂറ്റാണ്ടുകളുടെ നാൾവഴികളിലെ പെരുമയാർന്ന കാർഷിക വിപണന കേന്ദ്രമാണ് ചെട്ടികുളങ്ങരയിലെ ഭരണിച്ചന്ത. വഴിപാണിഭവം ബാർട്ടർ സമ്പ്രദായത്തിൽ കൊടുക്കൽ വാങ്ങലുകൾ നടത്തിയിരുന്ന കാലവുമൊക്കെ ചന്തയുടെ പഴക്കം ചൂണ്ടിക്കാണിക്കുന്നതായി പഴമക്കാർ വ്യക്തമാക്കാറുണ്ട്. പുതിയ വിത്തുകൾ വിളവിറക്കുന്ന കുംഭത്തിന്റെ കാർഷിക കൊടുക്കൽ വാങ്ങലുകളാണ് ഭരണി ചന്തയെ സമൃദ്ധമാക്കുന്നത്. ചേന, ചേമ്പ്, കാച്ചിൽ തുടങ്ങിയ നടുതലകളും തവി, മുറം, കുട്ട, അളവ് സാമഗ്രികളായ പറ, ചങ്ങഴി, നാഴി, കലപ്പ, കൃഷി ആയുധങ്ങൾ, തഴപ്പായകൾ തുടങ്ങി ഈ നാടിനാവശ്യമുള്ളതെന്തും ലഭിക്കുന്ന ഭരണി ചന്ത പഴമനസ്സിൽ ഇന്നും ഓർമ്മയിൽ തെളിഞ്ഞു നിൽക്കുന്നവയാണ്. മാവേലിക്കര കാർത്തികപ്പള്ളി താലൂക്കുകൾ ഉൾപ്പെട്ട ഏകദേശം 700ഓളം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃത പ്രദേശമാണ് ഓണാട്ടുകര. ഓണം ഊട്ടുകരയായും മാവേലിയുടെ കരയായും പരസ്പര പൂരകങ്ങളാകുന്നത് സ്വാഭാവികം മാത്രമാണ്. കൊയ്ത്ത് കഴിഞ്ഞ വയലുകളിലൂടെയാണ് കെട്ടുകാഴ്ചകൾ അമ്മയുടെ തിരുസന്നിധിയിലേക്ക് എത്തിയിരുന്നത്. വലിയ യന്ത്രഭാഗങ്ങളിൽ ഘർഷണം കുറയ്ക്കുന്നതിനായി ഗ്രീസ് ഉപയോഗിക്കുമ്പോൾ ഈ വലിയ ആളൊപ്പം പൊക്കമുള്ള കെട്ടുകാഴ്ച തടിച്ചക്രങ്ങൾ ഉരുണ്ടുവരുമ്പോൾ അത് റോഡുകളിലൂടെ അല്ല വരുന്നത്, വയലേലകളിലൂടെ കടന്നു വരുമ്പോൾ 3 പൂവ് കൃഷി ചെയ്യുന്ന വയലേലകളിലെ എള്ള് പറിച്ചാണ് ഘർഷണം കുറയ്ക്കുന്നതിനായി ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പുതുശ്ശേരി അമ്പലമാണ്. അല്പം മുമ്പ് ഇവിടെ എനിക്ക് മുന്നമേ സംസാരിച്ച ആളുകൾ വ്യക്തമാക്കി കഴിഞ്ഞു. ചെട്ടികുളങ്ങര അമ്മ കൊടുങ്ങല്ലൂരിൽ നിന്നും എത്തിയപ്പോൾ ആദ്യമായി എത്തി അവിടെ താമസിച്ച സ്ഥലമാണ് ഇന്ന് പുതുശ്ശേരി അമ്പലമായിരിക്കുന്നത്. പുതുശ്ശേരി അമ്പലം ഉൾപ്പെടുന്ന കരയാണ് ആഞ്ഞിലിപ്രാക്കര. ആഞ്ഞിലിപ്രാക്കരയുടെ തേര് കെട്ടുന്നത് ആ കരയിൽ വെച്ചല്ല, അമ്മയുടെ തിരുമുന്നിലെ ക്ഷേത്രത്തിൽ വെച്ച് തന്നെയാണ്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം മുമ്പ് സൂചിപ്പിച്ച ഭദ്രകാളി മുടി. ഭദ്രകാളിയുടെ ആ രൗദ്രഭാവം, ദാരിക നിഗ്രഹം കഴിഞ്ഞു വന്നിരിക്കുന്ന ഭദ്രകാളിയുടെ രൗദ്രഭാവത്തോടുകൂടിയുള്ള മുടിയാണ് ഈരേഴ തെക്ക് കരയിലെ കുതിരയിൽ ഭയഭക്തിയോടുകൂടി ബഹുമാനങ്ങളോടുകൂടി സ്നേഹ ആദരങ്ങളോടുകൂടി സ്ഥാപിച്ചിരിക്കുന്നത്. തൊട്ടടുത്തായി ഈരേഴ വടക്ക് കരയുടെ കുതിര നമുക്ക് കാണുവാൻ കഴിയും. ഈരേഴ വടക്ക് കരയുടെ കുതിര
കുറിച്ച് പറയുമ്പോൾ കുത്തിയോട്ടപ്പാട്ടിൽ അത് വളരെ മനോഹരമായി പ്രതിപാദിച്ചിട്ടുണ്ട്. പാരിൽ പ്രസിദ്ധി നേടി പലതരം പ്രാഗൽഭമാർന്ന മോടി ചേരുംപടി നടത്തി തിരഴവടക്കരശ്വം നടത്തി ദയ്യത്താൻ തന്തനി തന്നാന തനേ തനം താനി തന്നാന എന്ന് തുടങ്ങുന്ന ആ പാട്ടിൽ തൊട്ടടുത്തായി പറയുന്നു, താമര തന്റെ ഭംഗി സൂത്രച്ചരടാല വീടുന്നു പൊങ്ങി കാണികൾ കൺമയങ്ങി കമനീയ കാഴ്ചയും വന്നിറങ്ങി തെയ്യത്താം തന്തനി തന്നാന. ഈരേഴ വടക്ക് കരയില് അതിമനോഹരമായി സൂത്രച്ചരടുകളാൽ നിയന്ത്രിക്കുന്ന ഒരു താമരപ്പൂവ് അവർ അതിമനോഹരമായി അണിയിച്ചൊരുക്കിയിട്ടുണ്ട്. ആ വിദൂരത്ത് നിന്ന് നോക്കിയാൽ പോലും അതിന്റെ ഒരു ശക്തിയും ഭംഗിയും സൗന്ദര്യവും നമുക്ക് ആസ്വദിക്കുവാൻ കഴിയും. ഒരു സൂത്രച്ചരടാൽ നിർമ്മിച്ച് വിടരുകയും കൂമ്പുകയും ചെയ്യുന്ന അതിമനോഹരമായ ഒരു താമര പുഷ്പം. ഇപ്പോ അതിനുശേഷം നമ്മൾ കണ്ടത് പാഞ്ചാലിയാണ്. പാഞ്ചാലിയെക്കുറിച്ച് കുത്തിയോട്ട പാട്ടിൽ വർണ്ണിക്കുന്നത്, അഞ്ചിത കോമള കഞ്ചുകധാരിണി പാഞ്ചാലിയെ കണ്ടാൽ പഞ്ചശരാർത്ഥിയോട് അഞ്ചും മനവസദ്വയങ്ങൾ എന്ന് അത്ര മനോഹരമായി അണിയിച്ചൊരുക്കിയതാണ് പാഞ്ചാലിയുടെ രൂപം. ഇവിടെ കുത്തിയോട്ടത്തോട് എന്ന് പറയുന്ന അതിമനോഹരമായ വഴിപാട് നമ്മളിപ്പോൾ കാണുന്ന ദൃശ്യങ്ങള് കുത്തിയോട്ടത്തിനായി നരബലി എന്ന സങ്കല്പത്തിലാണ് കുത്തിയോട്ടം നടത്തുന്നത്. ആ കുത്തിയോട്ടത്തിനായി അണിയിച്ചൊരുക്കി ചുവടുകൾ പഠിപ്പിച്ച് അമ്മയുടെ തിരുമുൻപിൽ ചൂരൽ മുറിയുന്നതിനായി സമർപ്പിക്കുന്ന കൊച്ചു കുഞ്ഞുങ്ങളെയാണ് നമ്മൾ കാണുന്നത്. പരിചയ സമ്പന്നരായ കുത്തിയോട്ട ആശാന്മാരാണ് അവരുടെ ചുറ്റിനും നിൽക്കുന്നത്. അവർ ആ കൊച്ചുകുട്ടികളെ അമ്മയുടെ തിരുമുന്നിൽ എത്തിച്ച് ചൂരൽ മുറിഞ്ഞ് ആ ചൂരൽ, പണ്ട് കാലത്ത് ചൂരൽ മുറിയുക എന്ന് പറഞ്ഞാൽ ചൂരൽ എന്ന സാധനം എന്ന വടി അതിലോലമായി കീറിയെടുത്ത് ചൂരലിന്റെ അതിലോലമായത് നൂല് രൂപത്തിലാക്കി കുട്ടികളുടെ പള്ളഭാഗത്ത് ഭസ്മം തിരുമി അവയെ ആ രോമം, ആ ചർമ്മം മാംസത്തിൽ നിന്നും വേർപെടുത്തിയാണ് ചൂരൽ മുറിഞ്ഞിരുന്നത്. പണ്ടുകാലത്ത് ചൂരൽ മുറിയുന്നതിന് ചൂരൽ ഉപയോഗിച്ചിരുന്നെങ്കിൽ ഇന്ന് ആ സ്ഥാനത്ത് ഉപയോഗിക്കുന്നത് സ്വർണവും വെള്ളിയും മറ്റും കൊണ്ടുള്ള നൂലുകളാണ്. അതിമനോഹരമായ, മുമ്പേ ശ്രീ മലയാളപ്പുഴ ജ്യോതിഷ് കുമാർ സൂചിപ്പിച്ചതുപോലെ 4 പാദങ്ങളിലായുള്ള താനവട്ടങ്ങളും കുമ്മികളുമായിട്ടാണ് കുത്തിയോട്ട ആശാന്മാർ ആ കുമ്മിപ്പാട്ടുകളും കുത്തിയോട്ട പാട്ടുകളും പാടി പിഞ്ചു കുഞ്ഞുങ്ങളെ നരബലി എന്ന സങ്കല്പത്തിൽ അമ്മയ്ക്ക് സമർപ്പിക്കുന്ന, തങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് തങ്ങളുടെ കുട്ടികൾ, ആ കുട്ടികളെ അമ്മയ്ക്ക് നരബലി സങ്കല്പത്തിൽ സമർപ്പിക്കുന്ന അതിവിശിഷ്ടമായ ഏറെ ചെലവുള്ള ഒരു വഴിപാടാണ് കുത്തിയോട്ടം. ഇപ്പോൾ കാണുന്നത് കുതിരയാണ്. തൊട്ടടുത്തായി തേരുണ്ട്. കുതിരയും തേരും തമ്മിൽ ഉള്ള വ്യത്യാസം ശ്രീ വിജയനാഥ് അല്പം മുമ്പ് ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. തുടർന്നുള്ള വിവരണം നൽകുന്നത് ശ്രീ മലയാളപ്പുഴ ജ്യോതിഷ് കുമാറാണ്. അമ്മേ ശരണം. അമ്മേ ശരണം, ദേവി ശരണം.